പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. വോട്ടർമാർക്ക് കൊടുക്കുന്ന 3 പ്രധാന വാഗ്ദാനങ്ങൾ വിവരിച്ച് പാലക്കാട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. പാലക്കാട്ടെ കർഷകർക്കൊപ്പം നിൽക്കുമെന്നും കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഇടപെടലുകൾ ഉണ്ടാകുമെന്നും സരിൻ പറഞ്ഞു. പാലക്കാട്ടെ വീടുകളിലുള്ള കൊച്ചുമിടുക്കരെ പുറം ലോകത്തേക്ക് എത്തിക്കാനായി മൾട്ടി സ്പോർട്സ് അക്കാദമിയും മെന്ററിംഗ് ഹബ്ബുകളും സ്ഥാപിക്കുമെന്നതാണ് സരിന്റെ രണ്ടാമത്തെ വാഗ്ദാനം. ഇന്റർനാഷണൽ സ്കൗട്ട്സും ഏജന്റുകളും വനത്തെ പ്രതിഭകളെ കൊത്തിപ്പറക്കണമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് ഒരാവശ്യത്തിന് പോയി വരാൻ യാത്ര സുഗമമാക്കാനുള്ള ഫെസിലിറ്റേഷൻ സെന്റർ ഉറപ്പാക്കുമെന്നതാണ് CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ മൂന്നാമത്തെ വാഗ്ദാനം. കഴിഞ്ഞ തവണ LDFന് ലഭിച്ച വോട്ടുകളേക്കാൾ ഇരട്ടി ഇത്തവണ ലഭിക്കുമെന്നും സരിൻ പറഞ്ഞു. പാലക്കാടിന്റെ കാർഷിക മേഖലയിൽ ഏതുതരത്തിലാണോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഇടപെടലുകൾ വേണ്ടത് അതുണ്ടാകും. കർഷകർക്കൊപ്പം നിൽക്കും. പാലക്കാടിന്റെ രക്തത്തിലുള്ളതാണ് കൃഷി. രണ്ടാമത്തെ വാഗ്ദാനം ഇവിടത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നതാണ്. അതിനായി മൾട്ടി സ്പോർട്സ് അക്കാദമിയും മെന്ററിംഗ് ഹബ്ബുകളും ഇവിടെ വേണം. ഇന്റർനാഷണൽ സ്കൗട്ട്സും ഏജന്റുകളും വന്ന് നമ്മുടെ പ്രതിഭകളെ കൊത്തിപ്പറക്കണം. പാലക്കാട്ടെ വീടുകളുള്ള കൊച്ചുമിടുക്കരെ പുറം ലോകത്തേക്ക് എത്തിക്കും. അതിനുള്ള ഇടപെടലുണ്ടാകും. തിരുവനന്തപുരത്തേക്ക് ഒരാവശ്യത്തിന് പോയി വരാൻ യാത്ര സുഗമമാക്കാനുള്ള ഫെസിലിറ്റേഷൻ സെന്ററും ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.